അപ്പോൾ ABVP സമരം വിളിക്കാൻ KSU SFI കൂട്ടായി തീരുമാനിച്ചു. പണ്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം പറ്റില്ലെന്ന്. എൻ്റെ ജീവിതം, എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനവും എൻ്റെ ജീവിതത്തിൽ. ഇവൾ കയ്യൊന്ന് പൊന്തിക്കുന്നത്, ഒന്ന് കയ്യൊന്ന് പൊന്തിക്കിട്ടുന്നത് കാണാൻ വേണ്ടി അതിനോട് ഞാൻ കാത്തുനിന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളു. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങൾ സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് നമ്മുടെ കണ്ണൂര് പൊടിക്കുണ്ടില് ദേവപ്രിയ എന്ന വീട്ടിലാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് 3.5 പതിറ്റാണ്ട് കാലമായി സക്രിയ സാന്നിധ്യമായ രാജീവൻ ഇളയാവൂരിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം എന്ന് കരുതിയാണ് ഞങ്ങളിന്ന് വന്നിട്ട്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് കോൺഗ്രസിന്റെ KPCC അംഗമാണ് അദ്ദേഹം. അതിനൊക്കെ പുറമെ കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. K3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മുന്നിലെത്തുന്ന പരസ്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന വലിയ ഒരു മേഖലയാണ്. ആ മേഖലയുടെ ഭരണതലപ്പത്ത് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാഫ് INUC യൂണിയന്റെ ജില്ലാ പ്രസിഡന്റാണ്. കൂടെ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. ഇതിനൊക്കെ പുറമെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിതാവിനോടൊപ്പം നില മുഴുകുന്ന ജോലി വരെ എടുത്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരിൽ നിന്ന് വളർന്ന് ഏതാണ്ട് 240 കോടിയുടെ വ്യവസായം, അതിന്റെ ബിസിനസ് നടത്തുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്താണ്. അത് മറ്റൊന്നുമല്ല, കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് 239 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. അപ്പൊ അദ്ദേഹം വളർന്നു വന്ന വഴികൾ, അദ്ദേഹം കടന്നു വന്ന പാത പുതിയ തലമുറയ്ക്ക് അറിയേണ്ടതുണ്ട്, അറിയണം. അതിനുവേണ്ടി തന്നെയാണ് സക്സസ് സ്റ്റോറി രാജീവൻ ഇളയാവൂരിനെ തേടി എത്തിയിട്ടുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം രാജീവൻ ഇളയാവൂരിനും സക്സസ് സ്റ്റോറിയിലേക്ക് രാജീവ്, എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? നമ്മള് ഈ ഓരോ ഇപ്പം താങ്കളെ പൊതുപ്രവർത്തകർ കാണുന്നു, ഇത്രയും വലിയൊരു സഹകരണ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് 250 കോടി ചെറിയ പൈസയല്ല. അപ്പൊ അതിന്റെ തലപ്പത്ത് താങ്കൾ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന അതിന്റെ കമ്മിറ്റിയുടെ അംഗമായിരിക്കുന്നു. കോൺഗ്രസിന്റെയും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അതിൻ്റെ ഒപ്പം നേതൃത്വ നിലയിലേക്ക് ഇപ്പൊ എങ്ങനെയാണ് ഒരാൾ ഈ നിലയിലേക്ക് എത്തുക? ഒരു ദിവസം പൊട്ടിമുളച്ചതാണോ? അങ്ങനെ ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ പൊട്ടിമുളയ്ക്കുന്ന ഒരു കാലമാണ്. ബിസിനസ് രംഗത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന നേതാക്കളാകുന്നവരുടെ കാലത്ത് താങ്കളെപ്പോലുള്ളവർ ഒരു കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരാൾ തുടങ്ങുമ്പോൾ താങ്കൾ ജനിച്ചത് എവിടെയാണെന്നാണ് ആദ്യത്തെ എടുത്ത് ചോദിച്ചത്. ഞാൻ ഏതായാലും നിങ്ങൾ ഇതുപോലെ ഒരു ഏറ്റവും പ്രശസ്തമായ ഒരു ചാനലിൽ ഇത്തരമൊരു എന്നെപ്പോലുള്ള ഒരാളുടെ ഒരു അനുഭവ സമ്പത്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് തീരുമാനമെടുത്ത നിങ്ങളോടുള്ള അഗേതമായ സ്നേഹവും നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തും. അത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മാത്രം നമ്മളെ ഒരു സ്വകാര്യ കാര്യങ്ങളായി മാത്രം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് അത് പൊതുസമൂഹവുമായി ചർച്ച ചെയ്യാൻ കിട്ടുന്ന ഒരു നല്ല സന്ദർഭമായി ഞാനിതിനെ കാണുക. എൻ്റെ ജനനം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ തറവാട് അഴീക്കോട് പൂതപ്പാറയിലാണ്. പൂതപ്പാറയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ഞാൻ വളർന്നതെല്ലാം അച്ഛൻ്റെ കൂടെ. അച്ഛൻ്റെ വീട് എളയാവൂരാണ്. അച്ഛൻ്റെ കൂടെയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ബാല്യവും യൗവനവും അതുപോലെയുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം അച്ഛനോടൊപ്പമാണ്. അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്, അമ്മയുടെ വീട് പൂതപ്പാറ എന്ന കാരണം കൊണ്ട് മാത്രം ജനനം അവിടെയാണെങ്കിലും ബാക്കിയുള്ള ജീവിതം എല്ലാം എളയാവൂരാണ്. എളയാവൂര് എന്ന് പറയുന്നത്, എളയാവൂര് നമ്മളൊരു ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള അച്ഛൻ വളരെ പ്രയാസം അനുഭവിക്കുന്നത്. അച്ഛൻ്റെ പേര് രാജൻ, അമ്മയുടെ പേര് നളിനി. രാജൻ നളിനി ദമ്പതികളുടെ എത്ര മക്കളാണ്? 3 മക്കളാണ് നമ്മൾ. എത്രാമത്തെ ആളാണ്? ഞാൻ 2ാമത്തെ ആള്. മൂത്ത ഏട്ടനാണ്. ഏട്ടൻ പക്ഷേങ്കിൽ ഏട്ടൻ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവൻ ജീവിച്ചു വന്നത്. അതിന് 2 കാരണം. ഒന്ന്, നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രാരാബ്ദം. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അന്ന് അച്ഛനും അച്ഛൻ്റെ ഏട്ടനും അച്ഛൻ്റെ അനിയന്മാരെല്ലാം താമസിക്കുമ്പോൾ ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ പിന്നെ പുതിയ ഒരു കുട്ടികൾ വരുമ്പം ഉണ്ടാകുന്ന അവർക്ക് ജീവിക്കാൻ പ്രയാസങ്ങൾ. ഒരു പഴയ തറവാട് വീടായിരുന്നു പണ്ട് കാലത്തുള്ള. ആ തറവാട് വീടിൻ്റെ അകത്ത്, അപ്പോൾ നമ്മുടെ അമ്മയുടെ വീടിൻ്റെ അകത്ത് അമ്മയുടെ വീടിൻ്റെ അകത്ത്
അവിടെ അമ്മയുടെ ചേച്ചിയുണ്ട്, നമ്മൾ മമ്മീന്നാണ് വിളിക്കുക, മൂത്തമ്മയാണ്. അവർക്ക് മക്കളില്ല, അവർ കല്യാണം കഴിച്ചിട്ടില്ല. അവർ ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിൽ തന്നെ 2-ാം വയസ്സിൽ തന്നെ ഏട്ടനെ അവർ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവൻ്റെ ജീവിതം സേഫായിരുന്നു, സുഖമായിരുന്നു അവൻ്റെ ജീവിതം. അവരെ യാതൊരു അവർക്ക് നമ്മുടെ അവരനിയത്തിൻ്റെ മകനെന്ന നിലയിൽ അവർ ഭയങ്കര സുരക്ഷിതത്വവും സ്നേഹവും ലാളനയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവർ വളരാൻ സ്വാതന്ത്ര്യത്തോടെ വളരാൻ അവിടെ സാധിച്ചു. അവനിപ്പോൾ ഒരു ഖത്തറിൽ ഒരു കമ്പനിക്കകത്ത് ഒരു മറ്റേ മൾട്ടി നമ്മളെ ഫ്ലാറ്റ് ഇതിലെ എന്താ മാർക്കറ്റ് ഇതില്ലേ നമ്മളെ ഒരു കമ്പനി, അത് കമ്പനി രാധാകൃഷ്ണൻ. അഞ്ചത്തി രജിത, അവളിപ്പം ഈ നമ്മളെ SBIയിൽ താൽക്കാലികമായിട്ടുള്ള മാനേജ് അവിടെ ഒരു സീപ്പർ തസ്തികക്കകത്ത് ടെമ്പററിയായി ജോലി ചെയ്തു. ഇപ്പം താങ്കൾ ഇളയാവൂരിലെ അച്ഛനോടൊപ്പം ഒരു മനുഷ്യൻ. അപ്പൊ ബാല്യകാലം തീർത്തും ബാല്യം എങ്ങനെയാണ് ഓർമ്മയിൽ? ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവിതം എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള, എന്നെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് തന്നെ ഒരു സ്വാധീനിച്ച ഘടക. അച്ഛൻ 5-ാമത്തെ വയസ്സിൽ അച്ഛൻ ജീവിച്ച് വളർന്നത് അച്ഛൻ്റെ അമ്മാവൻ്റെ കൂടെയായിരുന്നു. അന്ന് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥക്കകത്ത് അച്ഛൻ മക്കൾ മരുമക്കത്തായിരുന്നു. അച്ഛൻ്റെ അമ്മാവൻ്റെ കൂടെ ജീവിച്ചപ്പോൾ 5-ാമത്തെ വയസ്സിൽ അമ്മാവൻ്റെ കൂടെ വയലിൽ പോയി കാലികൂട്ടാൻ ആരംഭിച്ചാണ് എൻ്റെ അച്ഛൻ. കാലികൂട്ടാൻ നിലകൊള്ളുക, മൂരിയെ ഉപയോഗിച്ച് ഞേങ്ങോലൊന്നും ഉപയോഗിച്ച് അച്ഛനെ ഇപ്പോൾ ഒരു വളവുണ്ട് ശരീരത്തിന്. അതെങ്ങനെ വെച്ചാൽ അച്ഛൻ അന്ന് ഈ ഞേങ്ങോല് പിടിച്ച് നടക്കാൻ സാധിക്കും. 5 വയസ്സ്. അമ്മാവന്മാരെന്ന് പറഞ്ഞാൽ അന്ന് സ്വന്തം മക്കളെല്ലാം സുരക്ഷിതമാക്കുകയും മരുമക്കളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വന്ന ആളുടെ അച്ഛൻ. അവർ വലിയ കുടുംബമാണ്. പക്ഷെ അന്ന് നമ്മളെ അച്ഛൻ്റെ കൂടെ അച്ചാച്ചനും അതുപോലെ അമ്മമ്മക്കൊന്നും ഇത്രയും മക്കളെ പോറ്റാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് പോകുന്നത്. അല്ലാണ്ട് അവന് ഇഷ്ടമില്ല അവിടെ അമ്മാവൻ്റെ. അപ്പോൾ അമ്മാവനാണെങ്കിൽ അത് ആവശ്യകതയായിരുന്നു. അവർ വലിയൊരു ഭൂജന്മിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർക്ക് ജോലിക്ക് ആളുകളെ വേണം എന്ന രൂപത്തിലാണ് ഈ മരുമക്കളെയൊക്കെ അവരന്ന് കണ്ടിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞതല്ല, ഞാൻ അച്ഛനോട് അനുഭവക്കഥ പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അനുഭവക്കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പലരോടും ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് റിയലായിരുന്നു. അച്ഛൻ ജീവിച്ചു വന്നത്, അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് അച്ഛൻ ഈ 5-ാം വയസ്സിൽ തന്നെ ഈ കാലിവൂട്ടൽ ജോലിക്ക് പോയി. അങ്ങനെ അമ്മാവൻ്റെ കൂടെ ജീവിച്ചു. പായാണ് അവർ കിടന്നുറങ്ങാൻ വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ അതൊരു കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അന്നത്തെ കാലം അങ്ങനെയാണ് സാഹചര്യം. അത് അവർ ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഘട്ടത്തിൽ അവർ മക്കളെല്ലാം സുരക്ഷിതമാക്കുകയും മരുമക്കളെ കൊണ്ട് അവരുടെ ഈ സാധാരണ ജോലിക്ക് ചെയ്യേണ്ട ആ ജോലിക്ക് ആളുകളെ കൂലിക്ക് വെച്ച് ചെയ്യിക്കുന്നതിന് പകരമുള്ള ജോലികളെല്ലാം ചെയ്യിച്ചത് അന്ന് ഇത്തരം രീതികളിലൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ അച്ഛൻ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛനോടൊപ്പം ഞാൻ എൻ്റെ ഒരു ഏകദേശം 5-ാം ക്ലാസ് പഠിക്കുന്ന കാലം മുതൽ ഞാൻ അന്നേരം എൻ്റെ ശരീരം ഇത്രയൊന്നുമില്ല, ഞാൻ ചെറുതാണ്. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം വരെ ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അവരെന്താ ഒരു ഹാസ്യ കഥാപാത്രം പോലെ നമ്മൾ എല്ലാം ഫ്രണ്ട് പേജ് ഇരുത്തേക്ക് ഫ്രണ്ട് പേജ് അങ്ങനെ ആ രീതിയിൽ ഒരു ആകാരം അങ്ങനെ നമ്മൾ ഏറ്റവും ചെറുതായിരുന്നു. നമ്മൾ ആ ക്ലാസ്സിൽ ഏറ്റവും ചെറിയ ആൾക്കാരെ പിടിച്ച് മുൻബെഞ്ചിരുത്തിക്കുമല്ലോ, ആ രീതിയിലൊക്കെ ആണ് എൻ്റെ. അപ്പോൾ ഞാനത് പറയുന്നത് 5-ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 10 വയസ്സ്, എൻ്റെ 4-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ LP സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛൻ രാവിലെ 4 മണിക്ക് അച്ഛൻ നല്ല നാടക നടനായിരുന്നു. അച്ഛനൊരു തിലാന്നൂർ ദേശീയ കല എന്നൊരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കൈകാര്യം ചെയ്യുന്ന PR അളയാവൂർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന നല്ല ഡ്രാമ ആർട്ടിസ്റ്റാണ് അച്ഛൻ. നല്ല നടനായിരുന്നു, അച്ഛൻ നല്ല കർഷകനാണ് എന്ന് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഈ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അച്ഛന് എല്ലാ ആളുകളും അച്ഛനെ തന്നെ തേടി വരും, അച്ഛനെ തന്നെ കാര്യം. എന്താ വെച്ചാൽ ഈ ജോലിക്കകത്തും ചില ആളുകൾ കള്ളപ്പണികളുണ്ട്. അത് നിങ്ങൾ ഞേങ്ങോല്, ഞാൻ കാര്യം കൂട്ടുകൊണ്ട് ഞാൻ പറയാം, നിനക്കറിയില്ല. അത് ഈ ഞേങ്ങോല് പിടിക്കുന്നതിൻ്റെ ബേസിലാണ് ഈ നിലം മൊത്തമായിട്ട് മുറിഞ്ഞു വരിക. അടി മുറിഞ്ഞ അത് അമർത്തി പിടിച്ചാൽ മാത്രമേ ആഴത്തിലേക്ക്. അതുപോലെ തന്നെ അത് അടുത്ത ചാലിലേക്ക് നമ്മൾ പിടിക്കുമ്പം ആ ചാല് തൊട്ടടുത്ത് പിടിച്ചില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും, മനസ്സിലായി? ആ ഭാഗം മുറിയാതെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കള്ളപ്പണികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കാം അച്ഛന്
4 മണിക്ക് രാവിലെ പുറച്ച് 4 മണിക്ക് വയലിൻ്റെ അകത്ത് മൂരിയും കൊണ്ട് പോയാൽ വൈകുന്നേരം 4 മണി വരെ അച്ഛൻ ജോലി ചെയ്യും. 12 മണിക്കൂർ 12 ജോലി ചെയ്യും. തിരിച്ചു വന്ന് ആ മൂരിയെ കുളിപ്പിച്ച് മൂരിക്ക് വിടുന്ന ഭക്ഷണം കൊടുത്ത് മൂരിയെ മുതിര അതുപോലത്തെ പരുത്തിക്കുരു ഇതൊക്കെ അരച്ച് കൊടുത്ത് മൂരിക്ക് ഫുഡ് ഇതൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ 7 മണിക്ക് അച്ഛൻ നാടകത്തിന് പോകും, റിഹേഴ്സലിന് പോകും. തിരിച്ചച്ഛൻ പിന്നെ പുലർച്ചെ 3 മണിക്കാണ്. 4 മണിക്ക് പിന്നെ വയലിൽ പോകും. അങ്ങനെ ഒരു ഉറങ്ങൽ ചിലപ്പോൾ എനിക്ക് വന്ന് വളരെ അപൂർവങ്ങളിൽ സമയങ്ങളിലാണ് അച്ഛൻ ഉറങ്ങാറ്. ചിലപ്പോൾ പകൽ സമയത്ത് ഉച്ച ഊണ് കഴിച്ചാൽ ചിലപ്പോൾ നേരത്തെ വന്ന ദിവസം ഊണ് കഴിച്ചാൽ 1-2 മണിക്കൂറിൽ ഉറക്കാൻ ഞാൻ കാണാറ്. അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ അന്ന് ഈ മൂരി എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് പോകുമ്പം മൂരി ഭയങ്കര ലേസി ആയിരിക്കും, മടിയായിരിക്കും. മൂരി പാതി ഉറക്കത്തിലുണ്ടാവുക 4 മണിക്ക് പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു പൂരിയെ മുമ്പിൽ പിടിക്കും, പിന്നെ നടുക്ക് ഇതിൻ്റെ നേങ്ങോലും നൊകവും വെക്കണം. പരകിലത്ത് മൂരി നേങ്ങോൽ നൊകെന്ന് പറഞ്ഞാൽ ഈ മൂരിക്ക് നടുക്ക് വെക്കുന്ന സാധനം. അത് അത്ര വെയിറ്റ് ഉണ്ടാവില്ല. ഞേങ്ങോല നല്ല വെയിറ്റ്. ഞേങ്ങോല അടിച്ചാൽ ഇരുമ്പിലുണ്ടാവുക, നടുക്ക് പിടിക്കുന്നത്. ഞേങ്ങോലും നൊകവും എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും പിടിച്ച് അച്ഛനെ അന്ന് മൂരിയും തെളിച്ച് പോകാൻ പ്രയാസമാണ്. അപ്പോൾ അച്ഛൻ ഞാൻ ചെറുതായിട്ട് എൻ്റെ ബുദ്ധിമുട്ട് അച്ഛൻ ആഗ്രഹിക്കാം. പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അച്ഛനൊപ്പം ഈ നൊകം അല്ലെങ്കിൽ ഞേങ്ങോല പൊന്തൂര നൊകം ഞാൻ എടുത്തിട്ട് ബാക്കിൽ മൂരിയും തെളിച്ച് ഞാൻ പോകും. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്നത്. 8 വയസ്സാണ്. 8 വയസ്സിൻ്റെ വളർച്ചയോ 8 വയസ്സിൻ്റെ ഒരു ഇന്നത്തെ പോലത്തെ കുട്ടികളെ പോലത്തെ ഒരു ഇതൊന്നും നമുക്കില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ 4 മണിക്ക് ഇത് അച്ഛൻ പറയുന്ന കഥ എല്ലാവരോടും. ഇത് ഞാൻ പറയാതെ തന്നെ അച്ഛൻ പലരോടും ഇപ്പം അയവർക്ക് എങ്ങനെയായിരുന്നു. അപ്പം 4 മണിക്ക് ഞാൻ പോയാൽ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് മൂരിയും കൊണ്ടുപോകുന്നത് ഒരു 1.5 കിലോമീറ്റർ ദൂരെ പോകേണ്ടി വരും. ആദ്യത്തെ മൂരി കാലുകൂട്ട് സ്ഥലം അവിടെ പോയിട്ടാകുമ്പം ഞാൻ ആ വരമ്പത്ത് കിടന്നുറങ്ങും. എന്താ കാര്യം വെച്ചാൽ എനിക്ക് തിരിച്ചു വരണ്ടെങ്കിൽ നമ്മൾ ഈ വയലിൽ കംപ്ലീറ്റ് അന്നത്തെ കാലത്ത് ഈ നായ്ക്കോട്ടം ഉണ്ടാവും. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ വർഗത്തിന്. തിരിച്ച് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് സൂര്യൻ കൃത്യമായി ഉദിച്ചു വരാൻ വേണ്ടി വയലിൻ്റെ കരയൻ്റെ മേലെ വരമ്പ് എന്നാണ് പറയാം. ആ വരമ്പിന് മേലെ ഞാൻ ചിലപ്പോൾ 1-2 മണിക്കൂർ ഉറങ്ങാറുണ്ട്. അച്ഛൻ മൂരി വിട്ടുപോകും. ആ സമയത്ത് ഞാൻ എന്താക്കി ഞാനും ഞങ്ങൾ പിടിക്കും. അച്ഛൻ അനുവദിക്കില്ല, എന്നാൽ ഞാൻ പിടിക്കും. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പം നമുക്ക് വെളിച്ചം വന്നിട്ടുണ്ടാവും, ഒരു 6-6:30 ആകുമ്പം. അപ്പോൾ ആ സമയത്ത് വയലിലോട്ട് വന്ന അല്ലെങ്കിൽ ഈ പൊളിച്ചക്കുള്ള നായ്ക്കൂട്ടം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രയാസമാകുമ്പോൾ ആ സമയത്ത് വീട്ടിൽ വന്നതിന് പിന്നെ ഞാൻ സ്കൂളിലേക്ക് ഞാൻ അലിയാബ്സ് LP സ്കൂളിലാണ് എൻ്റെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസം. എൻ്റെ തൊട്ടടുത്ത് തന്നെ സൗത്ത് എന്നുള്ള സ്ഥലത്ത് വീട്ടിൽ നിൽക്കുന്നത് വളരെ കുറച്ച് എളുപ്പമാണ്. അവിടെ പോകുന്നതിന് മുമ്പേ അച്ഛന് ആദ്യം ഞാൻ കുളുത്തിൻ്റെ വെള്ളം കൊണ്ട് കൊടുക്കണം. കുളുത്തിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തലയത്തെ ചോറ് വെച്ചതിൻ്റെ വെള്ളം അതൊരു പാത്രത്തിലാക്കി ഞാൻ കൊണ്ട് കൊടുക്കും ആദ്യം. അതിനുശേഷം രാവിലത്തെ ചായ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ചായയും കടി ഞാൻ അച്ഛനോട് കൊടുക്കും. റൈറ്റ്, നിങ്ങൾ ആലോചിക്കണം ഞാൻ എത്ര തവണ അവിടെ 1.5 കിലോമീറ്റർ പോകുന്നു നിങ്ങൾ ആലോചിക്കണം. പിന്നീട് ഞാൻ പോകുന്നതിന് മുന്നേ അച്ഛന് കഞ്ഞി ആയിരുന്നെങ്കിൽ ആ കഞ്ഞി കൂടി വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് കൊടുത്താൽ പോവാം. അപ്പോൾ അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ടത് രാവിലെ 4 യാത്ര പോയി. പക്ഷേ ഞാൻ ആദ്യം പോയടിക്കായിരിക്കില്ല അച്ഛൻ പിന്നെ 4ാമത്തെ പോക്കിന് ഉണ്ടാവുക. അച്ഛൻ ആടുന്ന ഒരു 1/2 കിലോമീറ്റർ അപ്പുറം പോയിട്ടുണ്ടാവും. അല്ല, അത് മാറിപ്പോവും. മൂരി അല്ല വയല് മാറിയാൽ അടുത്ത ആളുകളെ വയലിലേക്ക് ഇടിപ്പം 3 കണ്ടുണ്ടെങ്കിൽ അത് ഒഴുകി കഴിഞ്ഞാകുമ്പം എൻ്റെ അടുത്തിലേക്ക് പോകും. അപ്പം അല്ല ഞാനത് പോകുമ്പോൾ കാണും അടുത്ത പേര് പോകുമ്പോൾ അടുത്ത് കാണാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ അച്ഛൻ പറയും നീ ഇവരുടെ വിടാന്ന് പറയും. അളിയാവൂരും ചേലോറിയും ബന്ധിപ്പിക്കുന്ന വയൽ എന്ന് പറഞ്ഞാൽ അന്നേരം ഏകദേശം 500ഓളം ഏക്കർ കൃഷിഭൂമി പ്രധാനപ്പെട്ട കൃഷിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിങ്ങളുടെ അച്ഛൻ വഹിച്ചു. രണ്ട് വിളയെടുക്കുന്ന വയലുകളെ ഇതെല്ലാം 2 വിളയെടുക്കും. അത് ഈ ചേലോറിയും എളിയാവൂർ പഞ്ചായത്തിൻ്റെ അന്ന് പഞ്ചായത്താണ് 2 പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയായിരുന്നു. ഇത് മൊത്തം 500 ഏക്കർ കൃഷിഭൂമിയാണ്. ഇതിൽ പറയുമ്പോ ഒരു ചമ്മലുണ്ട? ഇല്ല, ഒരു ചമ്മലില്ല. അഭിമാനമാണ്. ഈ ആ കാലത്ത് സ്കൂളിൽ പോക്കൊക്കെ എങ്ങനെയാണ്? സ്കൂളിൽ പോക്ക് ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ്? പ്രൈമറി വിദ്യാഭ്യാസം എൻ്റെ ലോവർ പ്രൈമറി വിദ്യാഭ്യാസം അലിയാബ്സ് LP സ്കൂൾ. അവിടെ നിന്ന് ഞാനത് നല്ല പഠിക്കും. അവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ അവിടെ ആ സമയത്ത് അന്നേരം നല്ല അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലം ചൊവ്വ ധർമ്മസഭ LP സ്കൂൾ. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ നടന്നു പോകേണ്ടെങ്കിൽ ഏകദേശം മേലെ ധർമ്മസഭ സ്കൂൾ അറിയാലോ. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ നടന്നാ പോവുക ആ സ്കൂളിലേക്ക്. ഈ പറയുന്ന പ്രക്രിയ എല്ലാം അന്നും ഉണ്ട്. ധർമ്മസേവ സ്കൂളിൽ ഞാൻ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പഠിച്ചത്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് JTC ചേരാൻ ഇഷ്ടമായിരുന്നു.
പക്ഷെ 4ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് അന്നേരത്തുള്ള എൻ്റെ ഒരു ഉണ്ടായ ഒരു പ്രയാസം എന്ന് വെച്ചാൽ ടെക്നിക്കലായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് JTSയിലേക്ക് ചേരണമെന്ന് ആഗ്രഹിച്ചു. 4ാം ക്ലാസ്സിൽ നിന്നാണ് JTSയിലേക്ക് ചേരാൻ സാധിക്കുക. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു മറ്റുള്ള ഈ ഫോം പൂരിപ്പിച്ച് തരാനും അതുപോലെ അതിനുള്ള പാശ്ചാത്യ സൗകര്യം ഒരുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഇപ്പം എൻ്റെ ഏട്ടനറിയില്ല. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നെറ്റിലൂട്ടിയും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ടും അതിന് വേണ്ടുന്ന ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ ഇന്ന കോഴ്സിലേക്ക് പോകാൻ അത് അങ്ങനെ ഞാൻ ഒരാളോട് നമ്മൾ പറഞ്ഞെങ്കിലും ആ ഫോമിൽ എന്തോ കറപ്ഷൻ വന്നുകൊണ്ട് ഈ JTS അയച്ച ലെറ്റർ ഞാൻ കിട്ടാൻ സാഹചര്യം വന്നു. അങ്ങനെ എനിക്കത് മുടങ്ങിപ്പോയി. പിന്നെ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെ സ്കൂളിലെ ഈ സൗത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, രാജാ മോൻ നല്ല സ്കൂളിൽ അയക്കണം പറഞ്ഞു. അങ്ങനെയാണ് ധർമ്മസഭ UP സ്കൂളിലേക്ക് ഞാൻ പോകുന്നത്. 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 7ാം ക്ലാസ്സും നല്ല പഠനം കഴിഞ്ഞപ്പോഴാണ് അന്ന് കൂടാളി സ്കൂൾ എന്ന് പറയുന്നത് ചാക്കിരി ട്രോഫി ഇട്ട് സ്കൂളാണ്. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിൽ ചാക്കിരി ട്രോഫി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കിട്ടുന്ന ഒരു ട്രോഫി. അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ചില പ്രധാനപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ പ്രയാസമില്ലേ, അതുപോലെ അന്ന് കൂടാളി അന്ന് ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി അല്ല, ഹൈസ്കൂളിൽ അന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന ശുപാർശയും റെക്കമെൻഡൊക്കെ വേണ്ടുന്നൊരു കാലഘട്ടമായിരുന്നു. മെറിറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ 7ാം ക്ലാസ്സിൽ തന്നെ മെറിറ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. കൂടാളി സ്കൂൾ ഒരുപാട് ആളുകൾ അഡ്മിഷൻ ശ്രമിച്ചാൽ കിട്ടാതെ ഒരുപാട് ആളുണ്ടായിരുന്നു. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമാണ് എൻ്റെ വിദ്യാഭ്യാസം കൂടാളി സ്കൂളിൽ. 10ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ പിന്നെ പഠനത്തിൽ കുറച്ച് പിറകോട്ട് പോകും. ശരിക്കും പറഞ്ഞു ഈ പ്രൈമറി കാലഘട്ടം 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ആ കാലഘട്ടത്തിൽ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു? സ്കൂളിൽ പോക്ക്, വരവ്, ഭക്ഷണം, വസ്ത്രം. 4ാം ക്ലാസ് 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതൽ 4 വരെ ഒന്ന് ആ കാലഘട്ടത്തിലെല്ലാം ഭക്ഷണം കഴിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. കൃഷി ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുണ്ട്, നമുക്ക് ഭക്ഷണത്തിനൊരു പ്രയാസം ഉണ്ടായി എന്ന് പറയുന്നത് തെറ്റായിപ്പോവും. ഭക്ഷണം നമുക്ക് എന്തായാലും കഞ്ഞി ചോറ് എന്ന് പറയുന്ന ഭക്ഷണം മറ്റുള്ള വിഭവങ്ങളൊന്നുമല്ല, സാധാരണ അതൊന്നുമല്ല, അതിൽ സാധാരണ രീതിയിലേ ഉള്ളൂ. അങ്ങനെ ഒരു ആഡംബരമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിനടക്കം നമ്മൾ പ്രയാസം അനുഭവിട്ട് പോകുന്നത് ശരിയല്ല. അവിടെ എനിക്ക് ചോറ് കിട്ടാനോ കഞ്ഞി കിട്ടാനോ ഒന്നും പ്രയാസം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളതൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല. ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് ബോധ്യം ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ വളരെ പ്രയാസമായിരുന്നു. എന്തായിരുന്നു അവസ്ഥ? പ്രയാസം പറഞ്ഞാൽ ചിലപ്പോൾ അന്നുള്ള 1 2 വസ്ത്രങ്ങൾ കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്താ കാരണം വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനും ഞാനൊക്കൊന്നും തന്നെ നമ്മൾ അച്ഛൻ്റെ അവസ്ഥ സാഹചര്യം എന്ന് വെച്ചാൽ അച്ഛന് ഈ വരുമാനം 6 മാസമാണ് ഈ മൂരിയെ കൊണ്ടുള്ള ജോലി ഉണ്ടാവുക. 6 മാസക്കാലം ഈ ജോലി ഉണ്ടാവില്ല. വെള്ളം കയറിയ നിങ്ങൾക്കറിയാം, കാലവർഷം വന്നു കഴിഞ്ഞാൽ 6 മാസത്തെ ജോലി കൊണ്ട് വേണം അച്ഛനൊരു കുടുംബം മാത്രമല്ല, സാധാരണ ഈ ജോലി എന്നുകൊണ്ടെല്ലാം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ മൂരിനെ വെക്കും. പക്ഷെ അച്ഛൻ മൂരിനെ വെക്കൂല. അച്ഛൻ മൂരിയെ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കും. അച്ഛൻ്റെ ഈ 2 മൂരികളുടെ സുഖവാസ ചികിത്സയാണ് ഈ 6 മാസക്കാലം. 2 മൂരിയെ അവിടെ അതിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ ചിലവല്ല. അവരെ പുല്ല് മാത്രമല്ല, അവർ കൊടുക്കേണ്ട മറ്റ് മുതിര, പരുത്തിക്കുരു എന്ന് പറയുന്ന രീതിയിലുള്ള അവരെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇതെല്ലാം അച്ഛൻ ഈ 6 മാസം കാലികൂട്ടി ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് ചിലവാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയും. ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു ഗ്ലോബ് ചോദിച്ചു അച്ഛനോട്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതില്ലേ നമ്മളെ ഈ മാപ്പ്. അപ്പോൾ അച്ഛനത് എനിക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് സൗത്തിലേക്ക് പോയെങ്കിലും ആരോ അച്ഛനോട് പറഞ്ഞു, ഇന്ന് അവൻ ഗ്ലോബ് ചോദിച്ചാൽ നീ വാങ്ങിച്ചു കൊടുത്താൽ നാളെ അവൻ വേറെ ചോദിച്ചാൽ നീക്ക് മേടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ആഗ്രഹിച്ചൊരു എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു സംഗതിയാണ് ഈ ഗ്ലോബ്. അതെനിക്ക് മാപ്പ് പിടിക്കാനായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടാൻ സാഹചര്യം വന്നു. പരാതിയല്ല ഞാൻ പറഞ്ഞു, പ്രയാസമല്ല പറയുന്നത്. അങ്ങനെ നമ്മൾ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോം ഒക്കെ എന്തായിരുന്നു? അന്ന് സൗത്ത് സ്കൂളിൽ യൂണിഫോം ഉണ്ടായിരുന്നു. LP സ്കൂളിൽ യൂണിഫോം നമുക്ക് ആകെയുള്ള 2 വർഷം ഒരു ഷർട്ടും ഒരു ട്രൗസറും ഷർട്ടും ട്രൗസറും മാത്രമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ കുരാൾ സ്കൂൾ പഠിക്കുമ്പോൾ വരെ അന്ന് തടിയുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ട്രൗസറായിരുന്നു. ട്രൗസർ ഇട്ട് വരുന്ന അപൂർവം കുട്ടികൾ ഒരാളായിരുന്നു ഞാൻ, വളരെ അപൂർവം കുട്ടികൾ. അന്ന് ഞാൻ കുരാൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ബാഗെന്ന് വെച്ചാൽ കൊട്ടയാണ്, വയറുകൊണ്ട് മടഞ്ഞ കൊട്ട.
ആ കൊട്ട ഇതിലിട്ടിട്ടാണ് നമ്മൾ സ്കൂളിൽ പോവുക. അവിടെ ഈ പെൺകുട്ടികൾ ചിലപ്പോൾ കൊട്ടയെടുത്ത് കുട്ടികളുണ്ടാവും. പക്ഷെ ആൺകുട്ടികളിൽ കൊട്ടയെടുത്ത് വന്ന കുട്ടികൾ ചിലപ്പോൾ ഒരു 2 or 3 കുട്ടികളുണ്ടാവും. അതിലൊരാണ് ഞാൻ. ട്രൗസർ ഇട്ട് പോകുന്ന 10ാം ക്ലാസ്സിൽ ട്രൗസർ ഇട്ട് പഠിക്കേണ്ടി വന്നു. ഡ്രസ്സ് കിട്ടും, മുണ്ട് വാങ്ങാൻ പൈസ ഇല്ല, പാൻറ് മേടിക്കാൻ പൈസ ഇല്ല. അന്ന് പാന്റ് പിന്നെ ഉണ്ടോ? പിന്നെ പാന്റ് ഉണ്ടോ? ഇല്ല, പാനുണ്ട്, മുണ്ട് പാനുണ്ടെന്ന്. അന്ന് നീലിയും വെള്ളയാന്ന് പ്ലേ സ്കൂൾ യൂണിഫോം. എനിക്കന്ന് എൻ്റെ അമ്മമ്മ, അതായത് അമ്മയുടെ അമ്മ ജോലിക്ക് പോകും പല വീടുകളിലും. അതിലൊരു വീട് NC എന്നാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭമായിട്ടുള്ള ആളുകളുണ്ട്. അന്ന് അവിടെ നിന്ന് അവരെ മക്കൾ ഉപയോഗിച്ച പഴയ വസ്ത്രം അമ്മമ്മ കൊണ്ടുവരും. അതെൻ്റെ ഏട്ടൻ ഉപയോഗിക്കും. ഏട്ടൻ ഉപയോഗിച്ചിട്ട് ഏട്ടൻ എന്ന ഐറ്റം വെയിറ്റ് നല്ല നീളമുള്ള ആളാണ്. ആ പാൻറ് ഏട്ടൻ ഉപയോഗിച്ച് തഴഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തന്നിട്ടുണ്ട്. 3ാമത്തെ തലമുറയിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വലിയ വീട്ടുകാർ. അതെ, എനിക്ക് പക്ഷെ ആ ഏട്ടൻ തരുന്ന പാൻറ് എനിക്ക് 2 പാൻറ്റായിട്ട് ഇടാൻ പറ്റും. ഞാൻ സത്യം പറയുന്നത്, നിങ്ങളുടെ അത് ഫാക്റ്റാണ് പറയുന്നത്. അത് ഞാൻ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാകുമ്പോൾ കെട്ടിയിട്ടാകുമ്പോൾ ബെൽറ്റില്ല, ചൂടി വെച്ച് കെട്ടി ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഇത് മടക്കി തുന്നും. മടക്കി തുന്നൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ള മഷി കൊണ്ട് നമ്മൾ സാധാരണ ടൈലറെ കൂടെ തുന്നക്കേണ്ട കാശില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പാൻ്റെ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു പാൻ്റെ കഥയാണ്. അത് വെള്ള നൂലുകൊണ്ട് ഇങ്ങനെ തുന്നിയാൽ ഹീറോ പെന്നുണ്ട്. അന്ന് അച്ഛൻ്റെ അനിയൻ ഗൾഫിലായിരുന്നു. അവർ വരുമ്പോൾ നമുക്കൊരു പെന്ന് കൊടുത്തു. ഹീറോ പെന്നിൽ മഷി മുക്കും. ആ മഷി ഈ നൂലിന് ഞാൻ കളറാക്കും. അത് ആ കറുപ്പിച്ച നൂല് കറുത്തൊരു പാൻറ്, ഒരു പാൻറ്റാണ്. ആ പാൻറ്റിട്ട് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പൈപ്പിൻ്റെ നമ്മൾ കഴുകുക, പാത്രം കഴുകുക ടിപ്പിന്ന്. അവിടെ നിന്ന് ഇത് ഈ നൂലിന് ഈ വെള്ളം തട്ടുമ്പം ഇത് വെള്ള നൂലായി മാറും. പിന്നീട് അത് ആ പാൻറ് കാലിൻ്റെ ഉള്ളിൽ ഇറുക്കി വെച്ച് ക്ലാസ്സിൽ പോയ രംഗം എൻ്റെ മനസ്സിലിപ്പുണ്ട്. കാരണം പെൺകുട്ടികളും കാണുമല്ലോ, ആളുകൾ കാണും. ഈ വെള്ള നൂലിപ്പോൾ ഇത്ര നീളത്തെ ഞാൻ ടൈലറല്ലോ, എനിക്കറിയില്ല. ഞാൻ തുന്നുന്നല്ലേ, ഞാൻ മടക്കിയിട്ട് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഏട്ടനിട്ട് തന്നത് മാത്രമല്ല, അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഏകദേശം പരിതാപരത്ത് എത്തിയിട്ടുണ്ടാവും. അവരെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് അവർ ഉപയോഗിച്ച് അവർ അത് പഴകിയപ്പോൾ അത് കൊടുത്തു. അമ്മമ്മ അവിടെ ജോലിക്ക് പോകുന്ന കാരണത്തിൽ അമ്മമ്മ കൊടുത്തു. അമ്മമ്മ വാങ്ങിച്ചു കൊണ്ടുവന്ന സാധനം ഏട്ടൻ ഉപയോഗിച്ചു. ഏട്ടൻ ഉപയോഗിച്ചിട്ട് പിന്നീടാണ് അത് എനിക്ക് കൈമാറുന്നത്. എനിക്ക് കൈമാറിയാകുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാൻറ് ഉപയോഗിച്ച സാഹചര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ട്രൗസറായിരുന്നു അന്നത്തെ പ്രശ്നം. 2 ഒരു പാൻറ്റാണ് ഉണ്ടാവുക. അന്ന് കുലാ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിചന്ദ്രൻ മാഷുണ്ട്. മാഷിപ്പുണ്ട്. ഞാൻ മാഷ് ഇതിനിടയ്ക്ക് പോയി കണ്ടിരുന്നു. മാഷ് അന്ന് പുലിക്കോട് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ നമ്മൾ വിളിക്കുന്ന പേര് അത്രയും പുലിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ അത്ര ഭയപ്പാടാണ്. മാഷ് ഇങ്ങനെ നടക്കുമ്പോൾ, മാഷൊന്ന് ഹെഡ് മാഷല്ല, മാഷ് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരു സൂചി വിട്ടാൽ അത് ഒച്ച വെക്കുക. എത്രമാത്രം എൻ്റെ നീലയും വെള്ള യൂണിഫോമും. ഇപ്പം ഞാൻ ആദ്യമായിട്ടൊരു കറുപ്പ് പാൻറ്റിട്ടിട്ട് പോകുന്ന ദിവസം പുള്ളിയുടെ മുമ്പിലെത്തി. പക്ഷേ എല്ലാവരും പുള്ളി മുടി പിടിച്ചൊക്കെ അടിക്കും. മുടി പിടിച്ചൊക്കെ പുള്ളി ഫയർ ചെയ്യുക. പക്ഷെ എന്നെ പുള്ളി അന്ന് ദ്രോഹിക്കാതെ വന്നപ്പോൾ എനിക്ക് തോന്നി എന്നോട് എന്തോ ഒരു അനുകമ്പ തോന്നിയിട്ടാണ്. ആ മാഷ അതിനിടയ്ക്ക് ഒരു ദിവസം പോയിട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നു. മാഷ ഇപ്പോൾ മാമാൻ അമ്പലത്തിൻ്റെ ട്രസ്റ്റി ബോർഡിലുണ്ട്, ഹരിചന്ദ്രൻ മാഷ്. അപ്പോൾ ഈ നീല പാൻറ് ഇല്ല, ഒരു നീല ട്രൗസറും ഒരു കറുപ്പ് പാൻറ്റും കൊണ്ട് ഒരാൾ ഈ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ്. അത് കയറ് കെട്ടിയ സമയം ഉണ്ടായിരുന്നു. വായൻ്റെ നായരില്ലേ, വാഴ നായർ എന്ന് പറഞ്ഞ് അത് കെട്ടിപ്പോയ കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അത് എനിക്ക് ഇത് ഭയങ്കര ലൂസായിരിക്കും. ഇത് ഏട്ടൻ്റെയും ഇവരൊക്കെ സൈസ് അതൊന്നും ചുരുക്കാനൊന്നും പറ്റില്ല. അന്ന് ബെൽറ്റുകളൊന്നും നമുക്ക് അറിയണില്ല, ഇങ്ങനെ സംവിധാനം എനിക്കറിയില്ല. അത് എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ആസ്വാദനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു കളിയും അറിയില്ല, ക്രിക്കറ്റ് അറിയില്ല, ഫുട്ബോൾ അറിയില്ല, ഒന്നും കളിക്കാൻ വേണ്ടി ഞാൻ രാവിലെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിലേക്ക് ഒന്നുകൂടി ഞാൻ കടന്നു വരാം. രാവിലെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകുന്നേരം എൻ്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂളിൽ വിട്ടു വന്നിട്ടാകുമ്പോൾ അച്ഛൻ പല സ്ഥലങ്ങളിലും പുല്ലരിഞ്ഞ് വെക്കും, മോരി കൊടുക്കണ്ടേ. ഈ പുല്ലെല്ലാം എടുത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഇതെല്ലാം വീട് കൊണ്ട്. അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ കളിക്കാൻ പോകേണ്ടത്. സ്കൂളിൽ വിട്ടുപോയാൽ നമ്മളെപ്പോലത്തെ കുട്ടികളെല്ലാം കളിക്കാൻ പോകുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച പുല്ലെടുത്ത് വീട് കൊണ്ടുവരും. വീട് കൊണ്ടുവന്ന ശേഷം പിന്നീട് ചിലപ്പോൾ എന്തെങ്കിലും അച്ഛൻ അന്ന് ചൊവ്വയാണ് നമ്മളെ മാർക്കറ്റ്, താഴെ ചൊവ്വ. വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ പോകണം. എൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ചൊവ്വയ്ക്ക് പോകണം. വെളിച്ചെണ്ണ ഒന്ന് വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി ചൊവ്വക്കേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ
ഏകദേശം തിരിച്ചു വരുമ്പോൾ 7-8 മണിയാവും. പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ പഠിച്ച് അന്ന് സ്കൂളിലെ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങളൊക്കെ അന്ന് ചെമ്മണി വിളക്കാണ്. ചെമ്മണി വിളക്കന്ന് അത്ര അധികം വീട്ടിലുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അത് മണ്ണെണ്ണ. അപ്പോൾ അതിൻ്റെ വിളക്കിൻ്റെ വെട്ടത്തിലാണ് ഞാനും അനിയത്തിയിരുന്ന് പഠിക്കേണ്ടതും അമ്മ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മളെ വീട് എന്ന് പറയുന്നത് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയാണെങ്കിലും പിന്നീട് നമ്മളെ മൂത്തച്ഛനൊക്കെ മാറിപ്പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്നാണ് നമ്മുടെ വയലിൻ്റെ കരക്കാ വീട്. അതിന് മുന്നിൽ 5 ഭണ്ണാർത്തറയുണ്ട്. അവിടുത്തെ തറവാട്ട് പാരമ്പര്യമുള്ള 5 ആൾ മരിച്ചാൾ. നമ്മൾ 3 അമ്മയും ഞാനും 2 ചെറിയ മക്കളും മാത്രം പുലരുന്ന വല്ലൊക്കെ വീട്ടിലിരിക്കേണ്ടത്. അച്ഛൻ നാടകത്തിന് പോയിട്ടാണെന്ന് വെച്ചപ്പോൾ ഒരു ദിവസം കഴിഞ്ഞൊക്കെ വരും. നമ്മൾ മാത്രം ഇരിക്കും. ഭണ്ണാർത്തറ ഇന്നിപ്പോൾ ഭണ്ണാർത്തറ അടുത്ത് പോകാൻ ആൾ ഭയപ്പെടുന്ന കാലഘട്ടം. 5 ഭണ്ണാർത്തറ നമുക്കന്ന് സംരക്ഷണം എന്ന കാലഘട്ടം ഞാൻ മനസ്സിലാക്കിയെടുക്കാം. ഈ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളെ വീടിന് മുന്നിൽ അത് ഇങ്ങനെ നിരത്തി വെച്ചത്. അത് ഇപ്പോഴും തറവാട് പോയി. തറവാട് നശിച്ചു പോയതാണ്. പക്ഷേ തറ ഇപ്പോഴും ഉണ്ട്.